ഞാൻ കാലൻ. കാലനോ? ഏത് കാലൻ? അങ്ങനെ തരം തിരിച്ചു പറയാൻ ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആ ഒറ്റൊരു കാലനുള്ളൂ, അത് ഞാൻ. നിങ്ങളുടെ പോത്തെവിടെ? ഇന്ന് ഉത്തർപ്രദേശിൽ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു, റിസ്ക് എടുക്കാൻ നിന്നില്ല. ഓ, ഡോക്ടറാണ്. ഈ ആഴ്ച ഇപ്പൊ ഇത് 4ാമത്തെ ഡോക്ടറാ. നീയൊക്കെ എന്ത് ചെയ്തിട്ടാടാ നാട്ടുകാർ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ ഒരു കഥയാണ് കാലം മാഷെ. അത് സംഭവം പറഞ്ഞു വരുമ്പോ ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോട്ടുള്ള കഥ പറയേണ്ടി വരും. ഉന്നമാരികൾക്കെല്ലാം ഒരു കഥ തന്നെ. താലെ പോയി നല്ല റാങ്ക് കിട്ടി, നേരെ MBBS ചേർന്നു, എന്നിട്ട് ഉഴപ്പനായി, പരീക്ഷകൾ കിട്ടി, അവസാനം വെച്ച് പാസ്സായി, കഷ്ടപ്പെട്ട് HSI. ഉയ്യോ, ഇതൊക്കെ എങ്ങനെ അറിയാം? എല്ലാ കൊല്ലവും മെഡിസിനിൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതൊക്കെ ആയിരിക്കും, പക്ഷേ ഓരോരുത്തരെയും ജീവിതകഥ അത് വ്യത്യസ്തമായിരിക്കും. നിന്റെ വന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ഡിസെക്ഷൻ ടേബിൾ ഉണ്ടാ. അതെ, ഇനി ഡിസെക്ഷൻ ടേബിൾ വേണ്ട. ചെയ്യുന്ന കാണുന്ന ഞങ്ങൾ കുളിക്കുന്നത് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ പിടിച്ചോ ക്ലിനിക്കിലെ കഥകള്. അങ്ങനെ ആദ്യത്തെ പോസ്റ്റിങ്ങിന്റെ ദിവസം തന്നെ അത് നടന്നു. എന്ത് കേസ് പ്രസന്റേഷൻ. എന്താ എടോ, കേസ് പ്രസന്റേഷൻ HOD കണ്ടോ? എന്റെ ദൈവമേ, ഞാൻ കേസ് എടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഗുഡ് മോർണിംഗ് സാർ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നാല് കേസ് പ്രസന്റ് ചെയ്യണേ. ഞാൻ പ്രസന്റ് ടോപ്പിക്. Patient's name is Thomas, son of Chaco, hailing from Kottayam. Presenting complaint, patient has tendency to remove his clothes in public. Mania case. You continue. Patient is the firstborn to a famous mathematician. Patient suffered mental assault from his father in a very young age. He has history of stabbing people on the palmar aspect of hand and also pushing people into well. Continue. Travel history. Patient has history of runaway from home in childhood. He went to Gwalior to study classical music. Sorry sir. അത് നാളത്തെ കേസാണ്. Occupation. Patient is a truck driver which is named Cherutan. അപ്പോൾ HIV പോസിറ്റീവ് ആവുമല്ലേ? അതെ സർ. മാത്രമല്ല patient has illicit relationship with a local. ബാക്കി എനിക്ക് മനസ്സിലായി. തൊരപ്പം ബസ്സിൽ കുത്തിയിട്ട് അഡ്മിറ്റ് ചെയ്തായിരിക്കും. വേറെ വല്ല കേസുണ്ടോ നിന്റെ കയ്യില്? ഉണ്ട് സാർ, ഒരു പോളിസെക്ടീമിയ റൂബ്രാവറ. എങ്ങനെ മനസ്സിലായി? എടാ മണ്ടങ്ങടാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കലടാ. In this world of the psychiatric department, you will not see any minute after today. ഇറങ്ങി പോടാ. പിന്നീട് ഒട്ടി വെച്ചിട്ടാണ് അത് വീണ്ടും സംഭവിക്കുന്നത്. എന്ത് മണ്ടത്തരം അല്ലാണ്ടെന്ത്? അയ്യോ, ഇവനിത് എവിടെ പോയി കിടക്കുക? സാറാ ചെപ്പ കേറി വരും. അയ്യോ, നീ മോളി സാറ്. അളിയോ, എവിടെ ചേഞ്ച് റൂമിൽ വിളി. എന്ത് തിരക്ക, ഒരു ചാള കൂട്ടിട്ട പോലെ പിള്ളേര് വന്ന് കഴിഞ്ഞു. ഈ പോലീസുകാരുടെ സർജറി കഴിഞ്ഞില്ലേ? എത്ര നേരം? 2.5 മണിക്കൂറായി. ഇത് ഇയാൾക്ക് പറ്റില്ലേ വിട്ടിട്ട് പോകാൻ പറ. നമ്മളത് ചെറുപ്പം പിള്ളേരൊക്കെ ചെയ്യൂലേ. എങ്ങനെയൊക്കെയാണെങ്കിലും ഫൈനാൻസ് വരുമ്പോ ഒരാശ്വാസമാണ്. ആർക്ക്? ആണെന്നവർക്ക് അല്ലാണ്ടവർക്ക്. രാഹുൽ ബാസ ഈ ഒരു ഇവിടുത്തെ ചെയർമോനാണെന്നുള്ള ഒരു വിചാരമില്ലല്ലോ എനിക്ക്. ഇവിടെ ഒരു ഫൈനാൻസ് നടത്തണ്ടേ? അത് പിന്നെ പിള്ളേർക്കൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ഒന്നും പറയണ്ട. പിള്ളേർക്കൊക്കെ നല്ല താല്പര്യമുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ആദ്യം കൊരാനുകളുടെ തോട്ടീനെ അങ്ങോട്ട് വിളിക്കാം. എടാ സലാഹുദ്ദീനെ, എന്നെ വിളിച്ച അല്ല ഇന്നത് കപ്പടിക്കണ്ടേ? മാണ്ടേ ചെത്തുമ്പോ തരാണ് പറയണത്. ഇക്കൊല്ലം ഇവിടെ ഫൈൻ ആർട്സ് നടക്കണ്ടെങ്കിലോ
അത് നിങ്ങൾ കൊരയാനാസ് തേർഡ് ഇയർ ബാച്ച് ആയതുകൊണ്ട് മാത്രമായിരിക്കും. കാര്യം ഒരു തന്നെയാണെങ്കിലും ഓൻ പറഞ്ഞത് നമുക്ക് ചുറ്റാം. ഇറങ്ങിക്കോളാം. അതുപോലത്തെ ഭാര്യ വിശ്വസിച്ചു നിങ്ങളുടെ അമ്മായിയപ്പം വിശ്വസിച്ചു. അല്ല അപ്പൊ ലൂസ് ലീഡ്സോ? അത് നമ്മൾ ചക്കീനോട് പറഞ്ഞ് ശരിയാക്കാം. ചക്കി വരുന്നു. എന്താ ഈ ഒന്ന് ആലോചിച്ചു നോക്കും. ഹൊരാസ് ഇപ്പൊ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ലെനക്സ് ഇങ്ങനെ ഒരു പിടുത്തില്ലാണ്ട് നിൽക്കണ സമയം. ഇപ്പൊ നിങ്ങൾ മാത്രമാണ് പരീക്ഷ കഴിഞ്ഞ് ഫ്രഷ് ആയിരിക്കും. എല്ലാവർക്കും ഒരു മാസം മാത്രം സമയം. ഈ ചാൻസ് മുതലെടുത്ത ഈ ആരാ സെക്കൻഡ് ഇയർ കപ്പടിച്ച ബാച്ചിന്റെ കോർട്ടി. അതാറ് ബാച്ചോടെ ഇവിടെ വന്നിട്ടുള്ള തവളച്ചാട്ടത്തിനും ബാമ്പും കോണിക്കും ഒക്കെ ഫസ്റ്റ് അടിച്ച ബാച്ച്. അല്ലക്ക നിങ്ങള് ഫൈനാൻസ് പറഞ്ഞല്ലേ അപ്പൊ ഞങ്ങൾ ഇറങ്ങണോന്ന് നിങ്ങൾ അടാറ് ബാച്ചില് നിങ്ങളല്ലേ ഇവിടുത്തെ കോണക്സ് ഇറങ്ങണോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഇരുന്നെങ്കിൽ അഫീജിക്ക് ഫസ്റ്റ് അടിച്ചാൽ ഞമ്മള് രഘുലിക്കോ ഞമ്മള് അപ്പൊ പിന്നെ ഫൈനാൻസിന്റെ ഒക്കെ പോ ഞമ്മക്കാ നിങ്ങൾ ഇറങ്ങണം. കാരണം നിങ്ങൾ തോമസന്റെ കണ്ടില്ല ചിന്ന പൊള്ളിയാണ്. ആശ്വാസമായി. പഠിത്തത്തിന്റെ ഇടയില് ഫൈനൽ ഇയർ എഴുതൊന്നും അറിഞ്ഞില്ല. പിന്നെ HSI പണി കിട്ടി. HSI പണി കിട്ടി. കാഷ്വാലിറ്റി പോയായിരുന്നോ? കാഷ്വാലിറ്റി പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴല്ലേ സാറ് പറഞ്ഞു വാടി പോയി വീപ്പി എടുക്കാൻ. എന്നിട്ട് അതെടുത്തോ? അപ്പോഴേക്കും സാറ് പറഞ്ഞില്ലേ TMEക്ക് വന്ന സ്റ്റുഡൻസിന് മൊത്തം ചായ കൊടുക്കാൻ. എന്നിട്ട് അത് കൊടുത്തോ? അപ്പോഴല്ലേ സാർ ഇങ്ങോട്ട് വിളിച്ചത്. ഓ ബ്ലഡ് എങ്കിലും എടുത്തോ? എടുത്തു. പച്ച ബോട്ടിലായിരിക്കും. അല്ല ചുവപ്പ് ബോട്ടില്ല. ആര് പറഞ്ഞു ചുവപ്പ് ബോട്ടിലെടുക്കാൻ? എന്തായാലും സത്യം പറയട്ടെ, ഞാൻ പച്ച ബോട്ടിലൊക്കെ എടുത്തു. എന്റെ പറ്റ പണിയെടുക്കാത്ത HSമാരാണോ ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫും? എന്റെ അമ്മേ ഡോക്ടർ പാമ്പ് കടിച്ചിട്ട് കൊണ്ടുവന്ന. ഏത് പാമ്പാ കടിച്ചത്? അതിനെ കൊണ്ടുവന്നുണ്ടോ? ദാ വിളിച്ചോ. ആരാണ് പാമ്പിനെ അടിച്ചുവിട്ടത്? സാറ് പറഞ്ഞിട്ട് ഞാനാണ്. ഡോക്ടറെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ നിന്നെ കൊണ്ടുവരാൻ വന്നതല്ല, ആ പാമ്പ് കടിച്ചവനെ കൊണ്ടുപോകാൻ വന്നതാ. ആണോ? എന്നാ പിന്നെ എന്നെ തിരിച്ചു വിട്ടൂടെ? അല്ലേ വേണ്ട, നീ ഇവിടെ തന്നെ കൂടിക്കോ. അല്ലെങ്കിൽ അധികം വൈകാതെ ഞാൻ തന്നെ ഒരു ട്രിപ്പും കൂടി അടിക്കേണ്ടി വരും. എനിക്ക് ആ സ്വർഗത്തിൽ ഒരു 2 bedroom സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് തരാം. അതുകൊണ്ട് ഗന്ധർവനോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളൂ. എന്ത്? മക്കളെ